ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. പുതിയ പദ്ധതികൾക്ക് വേണ്ടി കണ്ണും നട്ടിരുന്നവർക്ക് വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്ത് മോദിജി അങ്ങ് തിരിച്ചുപോയി. കുടിശ്ശിക തന്നു തീർക്കാത്തതൊക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷേ ഈ അതിവേഗ റെയിൽവേ പദ്ധതിയും തിരുവനന്തപുരത്തിന്റെ വികസന പദ്ധതിയൊക്കെ എവിടെ പോയി? ഞാനൊന്നും കാണുന്നില്ല. നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ലക്ഷക്കണക്കിന് രൂപയൊക്കെ മുടക്കി ഇക്കണ്ട കഥകളിയൊക്കെ പിടിച്ച് റോഡിൽ നിർത്തിയിട്ട് എന്താ കിട്ടിയത്? അഭിനയ മികവും ആംഗ്യ പാഠവും കൊണ്ട് അണികളെ കോൾമേർ കൊള്ളിപ്പിച്ച മോദിജിയുടെ ഒരു കവല പ്രസംഗം. പദ്ധതികൾക്ക് പകരം മോദിജി പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വർഗീയവാദികളാണെന്നും വിദ്യാഭ്യാസത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നവരാണെന്നൊക്കെയാണ്. ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്നാലും ലേശ ഉളുപ്പ്. വികസിത ഭാരതം എന്നും പറഞ്ഞ് മനുഷ്യരെ കൊന്നും വീടുകൾ പൊളിച്ചും മുന്നേറുന്ന ഇവർ ഇനി വികസിത കേരളം, വികസിത തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാട്ടിക്കൂട്ടോ എന്തോ. എന്തായാലും ഇവർക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഈ വിദ്യാഭ്യാസം, വികസനം, ആരോഗ്യം ഇതിനൊന്നും ഇവറ്റോളെ കൊള്ളൂല.